welcome back to my channel, The Gleam Family. I hope you all are doing well and safe. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. In case if you have not met me before or if you are new to this channel, my name is Hani and I am very passionate about teaching you all about makeup tutorial, beauty tips, makeup ideas, makeup hacks. So there are a lot of techniques to do makeup. ഞാൻ കോണ്ടോറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്കെല്ലാവർക്കും അറിയാം ബ്ലഷ് ചീക്കിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പല പല ടെക്നിക്കുണ്ട്. അപ്പോൾ ഇന്ന് ആ ഒരു ടെക്നിക്കാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഡിഡ് യു നോ അബൌട്ട് ആൽഫബറ്റ് ബ്ലഷ് പ്ലേസ്മെൻറ്റ്? അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഈസി ഒരു ബ്ലഷ് പ്ലേസ്മെൻറ്റ് ടെക്നിക്കാണ് കാണിക്കാൻ പോകുന്നത്. ഡിഡ് യു നോ ബ്ലഷ് പ്ലേസ്മെൻറ്റ് ക്യാൻ ആക്ച്വലി ചേഞ്ച് യുവർ ഫേസ് ഷേപ്പ്. അപ്പോൾ നമുക്ക് ബ്ലഷ് കോണ്ടോറൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് പല രീതിയിൽ പല ഷേപ്പിൽ നമുക്ക് ആക്കാം. ഇപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എർത്ത് റിതം ലിപ് ചിക്ക് ടിറ്റാണ്. നമുക്ക് ബ്ലഷായിട്ട് യൂസ് ചെയ്യാം, ലിപ്പിലും ഒരു ടിൻറ്റഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ റെഡ് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫുൾ റെഡ് അല്ല, ഒരു പിങ്കിഷ് റെഡ്. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ക്രീമി ടെക്സ്ചറാണ് ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇറ്റ്സ് ഒരു ക്രീമി ടെക്സ്ചറാണിത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൽ ഷേപ്പ് ബ്ലഷാണ്. എൽ ഷേപ്പ് ബ്ലഷ് അത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഐബ്രോസ് തൊട്ട് ചീക്ക് വരെ ഒരു എൽ അടിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ ഒരു എൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നു. നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് എൽ ഷേപ്പ് ബ്ലഷ് ടെക്നിക്. സോ എൽ ഷേപ്പ് വിൽ ബ്രൈറ്റ് യുവർ ചീക്ക് ബോൺ ഫോർ എ ലിഫ്റ്റഡ് ലുക്ക്. എന്നിട്ട് ഇത് പതുക്കെ നമ്മളിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എൽ ഷേപ്പിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ഒരു എൽ ഷേപ്പിൽ തന്നെ നമുക്കൊരു നല്ലൊരു ലിഫ്റ്റഡ് ലുക്ക് കിട്ടി. ഇതാണ് ഫസ്റ്റ് ബ്ലഷ് ടെക്നിക്ക്. ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ടെക്നിക്കിലോട്ട് പോകും. അപ്പം ഞാൻ ജസ്റ്റ് അത് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സി ഷേപ്പ് ബ്ലഷ് ടെക്നിക്കാണ്. ടെമ്പിളിൽ നിന്ന് ഇവിടം വരെ നമ്മൾ സി ഷേപ്പ് വരച്ചു കൊടുക്കും. ഫ്രം ഹിയർ ടു ടിൽ ഹിയർ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോകും. സി ഷേപ്പിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ടെമ്പിളിൽ നിന്ന് ഫോർഹെഡ് വരെ നമ്മളിത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ലുക്സ് കൂൾ. ഫസ്റ്റ് എൽ ഷേപ്പ് ടെക്നിക്ക് കണ്ടു, ഇപ്പോൾ സി ഷേപ്പ് കണ്ടു. നമുക്ക് നെക്സ്റ്റ് ആൽഫബറ്റ് ഏതാന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു എൻഡ് റിസൾട്ട് വരുന്നത്. കണ്ടില്ലേ, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. നിങ്ങളിപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് യു ഷേപ്പ് ബ്ലഷ് ടെക്നിക്കാണ്. അപ്പോൾ നമ്മൾ ഒരു യു ഷേപ്പ് ചീക്കിൽ വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് യു ഷേപ്പ് ബ്ലഷ് ടെക്നിക്ക്. നമ്മളൊരു യു ഷേപ്പ് ചീക്കിൽ വരച്ചു കൊടുക്കുന്നു. ഇത് നമ്മുടെ ചീക്കിനൊരു ഫുൾനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക്. അപ്പോൾ എന്നിട്ട് നമുക്കത് പതുക്കെ യു ഷേപ്പിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നല്ലേ? അപ്പം ഒരു ചീക്കിനൊരു ഫുൾനെസ് തോന്നും. ഞാനിപ്പോൾ ജസ്റ്റ് മോയ്സ്ചറൈസറും കൺസീലറും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തിടുമ്പം നല്ലൊരു ചീക്കിനൊരു ഫുൾനെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് എൻഡ് റിസൾട്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഉണ്ടോ, കണ്ടില്ലേ? ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ചീക്കിനൊരു ഫുൾനെസ് ഫീൽ ചെയ്യും. ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നത്തില്ല. ഈ ചീക്കും കൂടി ഇവിടെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇതുകൂടെ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ല. അപ്പോൾ ഇതാണ് യു ഷേപ്പ് ബ്ലഷ് ടെക്നിക്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വി ഷേപ്ഡ് ബ്ലഷ് ടെക്നിക്ക് നോക്കാം. വി ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കണം.
നമുക്ക് വി ഷേപ്പിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാണ് വി ഷേപ്പ് ബ്ലഷ് ടെക്നിക്ക്. ഒരു വി ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരു സ്കൾപ്റ്റഡ് ലുക്ക്, അല്ലെങ്കിൽ ഒരു ഫേസ് കുറച്ച് ഒതുങ്ങിയ പോലെ തോന്നുന്നില്ല. അപ്പം ഇതാണ് വി ഷേപ്പ് ബ്ലഷ് ടെക്നിക്ക്. അപ്പോൾ നമ്മളിപ്പം എൽ ഷേപ്പ് ടെക്നിക്ക് കണ്ടു, യു ഷേപ്പ് കണ്ടു, സി ഷേപ്പ് ബ്ലഷ് ടെക്നിക്ക് കണ്ടു. ഇപ്പം നമ്മൾ ചെയ്തത് വി ഷേപ്പ് ബ്ലഷ് ടെക്നിക്ക്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ആൽഫബറ്റ് ഡബ്ല്യു ഷേപ്പ് ബ്ലഷ് ടെക്നിക്ക് നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് ഡബ്ല്യു ഷേപ്പ് ബ്ലഷ് ടെക്നിക്ക്. ഇത് നമ്മുടെ ഫേസിന് ഒരു യൂത്ത്ഫുൾ ലുക്ക് തരും. അപ്പോൾ ഇതാണ് ഡബ്ല്യു ഷേപ്പ്. ഡബ്ല്യു ഷേപ്പ് ബ്ലഷ് ടെക്നിക്ക്. അപ്പം നമുക്കത് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു ഫേസിന് ഒരു യൂത്ത്ഫുൾ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ടെക്നിക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മുടെ നോസും കുറച്ച് എൻഹാൻസ് ചെയ്യും, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഇത് നിങ്ങൾ ഇങ്ങനെ കാണുന്നതുകൊണ്ട് എനിക്കറിയില്ല, അല്ലാതെ ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് വരും. നമ്മൾ അധികം ഒന്നും മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു ബ്ലഷും ഒരു മോയ്സ്ചറൈസറും ഒരു ലിപ്സ്റ്റിക്കും ഉണ്ടെങ്കിൽ നല്ലൊരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. കണ്ടില്ലേ ഫേസ്, കുറച്ച് നോസും ഇതുമെല്ലാം നല്ലതായിട്ടൊന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റും. പേഴ്സണലി എനിക്ക് ഈ ഒരു ടെക്നിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമുക്കൊന്ന് അത്യാവശ്യം ഒന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു മോയ്സ്ചറൈസറും ഒരു ബ്ലഷും മാത്രം ഇട്ടിട്ട് നമുക്ക് പുറത്ത് പോകും. ഞാനിപ്പം യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്ലഷ് തന്നെയാണ് ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇട്ട് കൊടുത്തേക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്. അധികം ഫേസ് എടുത്ത് കാണിക്കത്തില്ല, ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അത് നമ്മൾ ചെറുതായിട്ട് ഞാൻ ചെറിയ രീതിയിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഒത്തിരി ലിപ്സ് അധികം ഹൈലൈറ്റ് ചെയ്യാതെ തന്നെ നല്ലൊരു ഡേ ടു ഡേ മേക്കപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഒന്ന് പുറത്ത് പോകണമെങ്കിൽ ഈ ഒരു ലിപ് ചീക്ക് ടെൻറ്റ് മതി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. എനിക്ക് നോർമലി എൻ്റെ ഇച്ചിരി ഓയിലി ഫേസ് ആയതുകൊണ്ട് ബ്ലഷ് പൗഡർ യൂസ് ചെയ്യാറില്ല. എനിക്ക് ക്രീമിയാണ് ഒന്നുകൂടി ഇഷ്ടം, ലിക്വിഡ് അല്ലെങ്കിൽ ക്രീമി. അപ്പം ഇതാണ് ഡബ്ല്യു ബ്ലഷ് ടെക്നിക്ക്. അപ്പം നമ്മുടെ ലാസ്റ്റ് ടെക്നിക്കിലേക്ക് നമ്മൾ പോവാണ്. ലാസ്റ്റ് ആൽഫബറ്റ് നമ്മൾ ഇപ്പം നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒ ഷേപ്പാണ്. രണ്ട് ചീക്കിലും നമ്മൾ ആൽഫബറ്റ് ഒ വരച്ചു കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് ടെക്നിക്കിലേക്ക് പോവാം. രണ്ട് ചീക്കിലും ഓ ആൽഫബറ്റ് വരച്ചു കൊടുക്കുന്നു. ഓ വരച്ചു കൊടുത്തു, അത് ബെൻഡ് ചെയ്തു. സോ ഇറ്റ് വിൽ മേക്ക് യുവർ ചീക്ക് പോപ്പ് അപ്പ്. ഇതാണ് ദ ഫൈനൽ ലുക്ക്. രണ്ട് ചീക്കിലും നമ്മൾ ഓ ഷേപ്പ് ആൽഫബറ്റ് വരച്ചു കൊടുത്തു, എന്നിട്ട് നമ്മളത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഇറ്റ് വിൽ മേക്ക് യുവർ ചീക്ക് പോപ്പ് അപ്പ്. അപ്പോൾ നമ്മളിങ്ങനെ ചിരിക്കുമ്പോൾ കാണില്ലേ നമ്മുടെ ചീക്ക് കുറച്ചുകൂടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നില്ലേ. ഏതൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് നോക്കാം. എൽ ഷേപ്പ് ആൽഫബറ്റ് യൂസ് ചെയ്തു, അത് നമ്മുടെ ചീക്ക് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്തു, ലിഫ്റ്റഡ് ലുക്ക് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ സി ഷേപ്പ് ബ്ലഷ് ടെക്നിക്ക് കണ്ടു, അത് നമ്മുടെ ടെമ്പിൾ ടു ഫോർഹെഡ് ഒന്ന് ഇത് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. നമ്മൾ യു ഷേപ്പ് കണ്ടു, അത് അത് നമ്മുടെ ചീക്ക് ബോൺസിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാനും ഒരു ഫുൾനെസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഫേസിന് യു ഷേപ്പ് ടെക്നിക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വി ഷേപ്പ് ടെക്നിക്ക് ഞാൻ കാണിച്ചു, അത് നമ്മുടെ ചീക്ക് ബോണിന് നമ്മുടെ ഒരു സ്കൾപ്റ്റഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ഒതുങ്ങിയ ഒരു ഫേസ് നന്നായിട്ട് മെലിഞ്ഞ പോലെ തോന്നും. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഡബ്ല്യു ആൽഫബറ്റ് ബ്ലഷ് ടെക്നിക്കാണ്. അത് നമ്മുടെ ചീക്കിനൊരു യൂത്ത്ഫുൾ ലുക്ക് കിട്ടാൻ വേണ്ടി നല്ലതാണ്. നമ്മുടെ നോസിനെയും കുറച്ച് എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഡബ്ല്യു ഷേപ്പ് നമ്മൾ നോക്കി. പിന്നെ ലാസ്റ്റ് നമ്മൾ കണ്ടത് ഒ ഷേപ്പ് ബ്ലഷ് ടെക്നിക്ക്, അത് നമ്മുടെ ചീക്ക് കുറച്ച് പോപ്പപ്പ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇത് ഇത്രയും ടെക്നിക്കാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം.
അപ്പോൾ നിങ്ങൾക്ക് ബ്ലഷ് തന്നെ ഇല്ല, നിങ്ങൾ ലിപ്സ്റ്റിക് ആയാലും ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു നൂഡ് കളർ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് വെച്ചും ഈ ഹാക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. So I hope you guys found this video helpful. If you like this video, please do like, share and subscribe. അപ്പോൾ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഇനി ഇതുപോലത്തെ കുറച്ച് യൂസ്ഫുൾ ടിപ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Till then, bye. Have a great day to all of you. Bye.